4-ാം അധ്യായം 30-ാം വാക്യം. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു? ഏത് ഉപമയാൽ അതിനെ വർണ്ണിക്കേണ്ടു? അത് കടുകുമണിയോട് സദൃശം. അതിനെ മണ്ണിൽ വിതയ്ക്കുമ്പോൾ ഭൂമിയിലെ എല്ലാ വിത്തിലും ചെറിയത്, എങ്കിലും വിതച്ച ശേഷം വളർന്ന് സകല സസ്യങ്ങളിലും വലുതായി തീർന്നു. ആകാശത്തിലെ പക്ഷികൾ അതിന്റെ നിഴലിൽ വസിപ്പാൻ തക്കോണം വലുതായ കൊമ്പുകളെ വിടുന്നു. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇതിലൂടെ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കാണുവാൻ സഹായിക്കണം. ദൈവവചനത്തിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കണം. പുനരുദ്ധാനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. ഏതെങ്കിലും ഭാരവുമായി കടന്നു വന്നവരുടെ മേൽ ദൈവശക്തിയും കർത്താവെ ശക്തമായി ഇറങ്ങേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാൻ അടിയനെ ബലപ്പെടുത്തുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ഞാനിന്ന് വളരെ കൂളായിട്ട് നിന്നാണ് വചനം പറയുവാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ ഞാൻ ഇച്ചിരി ഒരു റിവൈവ് മോഡലിലൊക്കെ പോണ ആളാണ്, നിങ്ങൾക്കറിയാം. യേശു കർത്താവ് ഉപമകളാല് ജനങ്ങളോട് സംസാരിക്കുമായിരുന്നു. ഈ മെസ്സേജ് ഇന്നലെ രാത്രിയിൽ പ്രിയ ജനസി ചെയ്തില്ല ഇൻസ്പിറേഷൻ. സ്തോത്രം ചെയ്തു. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കാലം അല്ലെങ്കിൽ ബുധനാഴ്ചയ്ക്ക് ശേഷം ഞാൻ ദൈവസന്നിധിയിൽ ഒത്തിരി ഈ ദിവസങ്ങളിൽ കരയുവാനിടയായത്. കരച്ചിൽ നമുക്ക് വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓറഞ്ചിന്റെ അല്ലി എടുത്ത് ഇങ്ങനെ നിൽക്കാൻ മതി, കരയാം, അല്ലെങ്കിൽ കുറച്ച് നേരം കാണാം. പക്ഷെ ഈ 2-3 ദിവസം എനിക്ക് തോന്നുന്നു എൻ്റെ മിനിസ്ട്രി ലൈഫിനെ തന്നെ പിടിച്ചുലക്കത്തക്ക രീതികളിൽ എനിക്ക് പോരാട്ടമുണ്ടായി. ഒരാളോടല്ല, പലരോട് എനിക്ക് പല രീതികളിൽ സംസാരിക്കേണ്ടതുണ്ട്. ഞാനിങ്ങനെ കരഞ്ഞ സമയങ്ങളിൽ ഞാൻ ആലോചിച്ചു, കർത്താവേ, എന്നെ നിന്റെ വേലയ്ക്കായിട്ട് എന്തിനാ ഇങ്ങനെ തിരഞ്ഞെടുത്തേ? ഞാനൊരു അയോഗ്യ പാത്രമായി കടന്നതാണല്ലോ. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിട്ട് ഞാൻ ഇങ്ങനെ പഴി ദൂഷി ഇന്നത്തെ പാട്ടുകളൊക്കെ എന്നെ വല്ലാതെ സ്പർശിക്കുവാനായിട്ട് ഇടയായിരുന്നു. ആ സമയത്ത് നിങ്ങളെല്ലാം അറിയപ്പെടുന്ന ഒരു കർത്തൃദാസനാണല്ലോ TD ബാബുച്ചാൻ. നാട്ടില് കേരളത്തിലെ IPCയിലെ പ്രബലനായ ഒരു പ്രാസംഗികനാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് 4 സ്റ്റേജുകളിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചു. 2 സ്റ്റേജിൽ ഞാൻ ആദ്യം പ്രസംഗിച്ചു, 2 സ്റ്റേജിൽ അദ്ദേഹം ആദ്യം പ്രസംഗിച്ചു. ഞങ്ങൾക്ക് മാറി മാറി. അദ്ദേഹത്തിന് എന്നെ ഒരു കാര്യത്തിൽ വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ മകൻ എൻ്റെ കൂട്ടുകാരനാണ്. TD ബാബു എന്ന് ബാബുച്ചെറിയാനും TD ബാബുച്ചാനുമാണ് കേരളത്തിലെ പ്രസംഗ വേദികളിൽ ഏറ്റവും നിറഞ്ഞിരിക്കുന്ന 2 കർത്തൃദാസന്മാർ. ലിവർപൂളിൽ ഞങ്ങൾക്ക് കല്യാണവും നടത്തുവാൻ സാധിച്ചു. ബാബുച്ചാൻ എന്നോട് ഇങ്ങനെ പറയുവാനായിട്ടിരുന്നത്, ഒരു ദിവസം ബിജു പാസ്റ്റർക്ക് ഒരു കൃപയുണ്ടല്ലോ, നമ്മളെ കുറിച്ച് ഒരാൾ നല്ല കാര്യം പറയുന്നത് കേൾക്കുന്ന സന്തോഷമാണല്ലോ, പ്രത്യേകിച്ച് നമ്മളെ എൻകറേജ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു, വെച്ചാൽ അത് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല, ഒന്ന് പറഞ്ഞുതരാമോ? സത്യം, ഞാൻ എന്റെ നിജസ്ഥിതി പറഞ്ഞു. അച്ഛാ, എന്റെ പിതാവിന്റെ അടുത്ത് പ്രായമുണ്ടല്ലോ, ആ കൃപ എന്റെ മേലുള്ളത് എന്തുവാണെന്നുള്ളത് പറയുവാണ്. അതിനെ ഞാനൊന്ന് ജ്വലിപ്പിക്കുവാൻ ശ്രമിക്കാം. അതേ ഞാൻ പറയുന്നില്ല, നമ്മളെ ആശിപ്പിച്ചിട്ട് അങ്ങ് വിട്ടുകളയാന്ന് പറയല്ലേ, പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ നോക്കി. കാര്യം ഇദ്ദേഹത്തെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ രഹസ്യം ഒന്ന് വെളിപ്പെടുത്താമല്ലോ എന്ന്. അടുത്ത ഒരു സ്റ്റേജിൽ പ്രയർ ഗാർഡിന്റെ ഒരു മീറ്റിംഗിൽ ഞങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവ് ശ്രേഷ്ഠകരമായി ഉപയോഗിക്കപ്പെടുന്ന വളരെ കാര്യപരമായിട്ട് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഇദ്ദേഹം മൈക്ക് എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഞാൻ എന്നാ പ്രസംഗിക്കാൻ, എന്റെ പ്രസംഗം കൂടെ വിഭാഷ പറയുകയാണ്. കാര്യം അദ്ദേഹത്തെ അത്രമാത്രം ഉയർത്തിയെന്ന് ഞാൻ തലക്കെട്ട് റെഡിയായിരിക്കും. എന്ത് ചെയ്യും? അദ്ദേഹം എന്നോട് പിന്നെ ഒരു മെസ്സേജ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനിരിക്കുന്നു. പക്ഷെ എന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മളെ കുറിച്ചുള്ളത് അവരുടെ മറ്റുള്ളവർ അറിയുന്നത്. അദ്ദേഹം ഇങ്ങനെ മെസ്സേജിൽ വേറൊരിടത്ത് ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ ദൈവദാസൻ ഈ രാജ്യത്ത് വന്നിട്ട് ദൈവത്തെ അറിയുവാനിടയായിട്ട് എനിക്ക് മുമ്പ് പ്രസംഗിച്ച വിശ്വാസ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്തു. അദ്ദേഹത്തിന് പഴയ നിയമത്തെക്കുറിച്ച് അറിയുവാൻ കർത്താവ് ഒരു ആധികാരികത നൽകിയിട്ടുണ്ടോ? എന്നെപ്പോലുള്ള അപ്പച്ചന്മാർ പാസ്റ്റർമാരാണ് പഴയ നിയമം പ്രസംഗിക്കുന്നത്. ഇത് ഞങ്ങൾ ഒരുമിച്ചുള്ള 4ാമത്തെ സ്റ്റേജാണ്.
പ്രസംഗം എങ്ങനെയൊക്കെ പോയാലും പഴയ നിയമത്തിൽ നിന്ന് കോട്ടിങ്ങുകൾ കൂടി ഈ ചെറുപ്രായത്തിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദേവദാസനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം. അപ്പൊ എനിക്ക് മനസ്സിലായി കൃപ എവിടെയാണ് കിടക്കുന്നത്. ഇന്നും അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രിയ ബിൽബിച്ചാൻ ഇന്ന് മെസ്സേജ് പറഞ്ഞ കൂട്ടത്തിലും പറയുവാനായിട്ട് ഇടയായി തീർന്നു വിത്തുകളുടെ രൂപം. ഞാൻ പറഞ്ഞ കർത്താവിന്റെ ആ ഒരു ഐക്യത എത്ര, ആത്മാവിന്റെ ആ ഐക്യത എത്ര വലിയത് എന്ന് കർത്താവിന്റെ ദാസൻ ബിൽബിച്ചാനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുക. അദ്ദേഹത്തെ ഒരിക്കലും ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല വേണ്ട രീതിയിൽ. അദ്ദേഹം ഒരു കോളേജ് ചാപ്ലിന്റെ പാസ്റ്ററായിരുന്നു. ഒരിക്കൽ കൂടി പറയാം, അദ്ദേഹം നാട്ടിലെ അറിയപ്പെടുന്ന ഒരു, നമ്മളൊക്കെ പഠിക്കുന്ന ബൈബിൾ കോളേജല്ല, മറ്റ് പ്രീ ഡിഗ്രിയും BA BCom ഒക്കെ ഉള്ള ഒരു ബൈബിൾ കോളേജ് അല്ലാത്ത അക്കാഡമിക് ലെവലിലുള്ള ഒരു കോളേജിന്റെ ചാപ്ലിനായിട്ട് അദ്ദേഹത്തിന് ആ രാജ്യത്ത് പ്രവർത്തിക്കുവാൻ കൃപ നൽകി. ദൈവത്തിന്റെ കൃപയാലാണ് നമ്മുടെ മധ്യമായിരിക്കുന്നത്. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ശുശ്രൂഷകൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഓരോ വ്യക്തികളുടെയും പകരപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകൾ എന്താണെന്ന് അവനോട് തിരിച്ചറിയുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മേലുള്ള ശുശ്രൂഷ എത്ര വലിയതാണെന്നും കൂടി തിരിച്ചറിയുന്നത് ദിവസങ്ങൾ നന്നായിരിക്കും. ഞാൻ അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന് കൊടുത്ത ആ തോട്ടിൽ നിന്ന് തന്നെയാണ് വിതയ്ക്കുന്ന സംഭവമാണല്ലോ ഇവിടെയും പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് 4 ഉപമകൾ ഭർത്താവ് പറയുന്നുണ്ട്. കർത്താവ് 11 12:10 പറയുന്നത് തന്നെ വേഗത്തിൽ പറഞ്ഞു പോകും. ഒന്ന്, ഒരു മനുഷ്യൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, ചിലത് വഴിയരികെ വീണു. നമുക്കറിയാവുന്ന ഒരു സംഭവമാണത്. വിതയ്ക്കുമ്പോൾ വിത്തുകൾ പല സ്ഥലങ്ങളിൽ വീഴുന്നു. രണ്ടാമത്തേത്, അതിനകത്ത് എന്നെ വല്ലാതെ സ്പർശിച്ചത്, ഞാൻ പറഞ്ഞത് വേഗത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു മെസ്സേജാണ്. ഇതിന്റെ തുടർമാനമായിട്ടുള്ള ഭാഗങ്ങൾ കോട്ടേജ് മീറ്റിംഗിൽ എടുക്കാൻ നിങ്ങൾ വരണമേ. ഞാൻ കുറച്ച് ഭാഗം ഇന്ന് പറയുന്നുള്ളൂ. വിതയ്ക്കുന്നവൻ വിതയ്ക്കുന്ന ആ ഉപമയില് കർത്താവ് വളരെ പറയുന്നുണ്ട്. എന്നിട്ട് 12-ാം അധ്യായം വരുമ്പോൾ അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. എനിക്ക് തോന്നുന്ന ആ ഉപമയുടെ മെയിൻ കണ്ടന്റ് കർത്താവ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന 12-ാം വാക്യത്തിലാണ്. അതിൽ 16-ൽ പറയുന്നുണ്ട് ഈ ഉപമയുടെ ആൻസർ, വചനം കേട്ടയുടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർ ഉള്ളിൽ വേരില്ലാത്ത ക്ഷണികരാകുന്നു. അപ്പൊ നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ വചനം വിത്ത് സീഡ, ആ സീഡ് അതിന് വെള്ളം വേണം, അതിന് ഓക്സിജൻ വേണം, അതിന് പ്രകാശം വേണം, അതിന് വേണ്ട വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തെങ്കിൽ ആ വിത്ത് വളരുവാനായിട്ട് ഇടയായി. നല്ല സ്ഥലത്തായിരിക്കണം അത്. അപ്പൊ കേൾക്കുന്ന വചനത്തെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ ഡെവലപ്പ് ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിലാക്കുക എന്നുള്ളത്. ഓരോ വചനവും കേൾക്കുന്നത് പാസ്റ്റർ പ്രസംഗിക്കുന്ന സഭയോടല്ല, നിങ്ങളോട് വ്യക്തിപരമായിട്ടാണ്. ഓരോ മെസ്സേജും ഐ ആം പ്രീച്ചിങ്, ഐ ആം ടീച്ചിങ്, ഐ ആം പ്രൊക്ലെയിമിങ് ജീസസ് ഫോർ യു, ഫോർ ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തികളും ചിന്തിക്കണം. സുജ എന്റെ വൈഫായിരിക്കും, സുജ സിസ്റ്റർ പറയുമ്പോൾ സുജ കേൾക്കുമ്പോഴത്തേന് ചിന്തിക്കണം അത് എന്നോടാണ്. വചനം വ്യക്തികളോടുള്ളതാണ്, കൂട്ടത്തോടുള്ളതല്ല. വ്യക്തികളോട് വചനം സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് അതിനെ ഗ്രഹിച്ച് അത് വളരുവാൻ നിങ്ങൾ ഇടം കൊടുത്തേ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ ഉപമ യേശു അവരോട് പറഞ്ഞത് ഒരു വിളക്ക് കത്തിക്കുന്ന കഥയാണ്. അതിലും പറയുന്ന 23-ാം വാക്യം, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, നിങ്ങൾ കേൾക്കുന്നത് എന്ത് സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് വളർന്നു കിട്ടും, അധികമായും കിട്ടും. ഉപമകളിലൂടെ കർത്താവ് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് കർത്താവ് അതിന്റെ മെയിൻ പോയിന്റ് ചില ഷാർപ്പായിട്ട് പറയുകയാണ്. ഞാനതാ പറഞ്ഞു, ഇന്നലെ ജെൻസി പറഞ്ഞ രീതി എന്നെ വളരെ ചലിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഈ മെസ്സേജ് എടുക്കുവാനായിട്ട് കാരണമായി തീർന്നത്. മൂന്നാമത് പറയുന്നത്, പിന്നെ അവൻ പറഞ്ഞത്, പിന്നെ ഒരു മനുഷ്യനെ വിത്ത് വിതയ്ക്കുന്നതാണ്. വിത്ത് എറിഞ്ഞ ശേഷം രാവും പകലും ഉറങ്ങി എഴുന്നേറ്റ് ഇരിക്കെ അറിയാതെ വിത്ത് വളരുന്നത് പോലെ ആകുന്നു. ഇത് ദൈവരാജ്യത്തെ കിങ്ഡം ഓഫ് ഗോഡിനോടുള്ള ബന്ധത്തിലാണ്. ഞാൻ ഇതില് 4-ാമത്തെ ഉപമ, 4-ാം അധ്യായത്തിൽ 4-ാമത്തെ ഉപമയാണ് ഞാൻ എന്നെ വല്ലാതെ സ്പർശിച്ചത്. പിന്നെ അവൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, കർത്താവ് വെച്ച് കാണും, ദൈവരാജ്യത്തെ എങ്ങനെ ഉപമിക്കേണ്ടു. അതിന് ഇംഗ്ലീഷാണ് കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതുകൂടെ ഒന്ന് വായിക്കാം. Again he said, what shall we say the kingdom of God like? എങ്ങനെ ദൈവരാജ്യത്തെ കുറിച്ച് ഇനി ഞാൻ പറയും?
What parable shall be used? യേശു തന്നെ യേശുവിനോട് ചോദിക്കുകയാണ്, എന്ത് ഉപമ ഇനി പറയും? ഇപ്പോഴാണ് നിങ്ങൾക്ക് അതിന്റെ കുറച്ചുകൂടെ ഞാൻ ഇംഗ്ലീഷ് തുറന്നു വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, how can I describe about kingdom of God? എന്നിട്ട് പറയാണ്, it is like a mustard seed. ഇത് ഒരു കടുകും മണിയോട് സാദൃശ്യമുള്ളതാണ്. ഇത് വിത്ത്, ഏറ്റവും ചെറിയ വിത്താ കടുക് മണി. അത് ഭൂമിയിലിട്ടു, വെയിറ്റ് ചെയ്തു. അത് വളരുവാൻ തുടങ്ങി. വളർന്ന് ഉണ്ടാകാവുന്ന ആക്രമണങ്ങളിൽ നിന്നും പ്രകൃതിയുടെ ദുരന്തങ്ങളിൽ നിന്നെല്ലാം അതിനെ സംരക്ഷിച്ച് അത് വളർന്ന് വലിയൊരു വൃക്ഷമായി തീർന്നു. അനേക ആകാശത്തിൽ പറക്കുന്ന പക്ഷി പറവകൾക്ക് ഇതിൽ വന്നിരുന്ന് വിശ്രമം കൊള്ളുവാൻ ഇടയായി തീർന്നു എന്ന് പറയുന്നു. ഏറ്റവും ചെറിയ സീഡ് ഏറ്റവും വലിയതായി തീർന്നു. ഇനി നിങ്ങളെ ഞാൻ ശ്രദ്ധ നേരെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കൊണ്ടുപോകാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. മതി. യോസഫ് യാക്കോബിന്റെ വാർദ്ധക്യത്തിലെ സന്തതിയായതിനാൽ അവന് ഒരു നിലയങ്കി യാക്കോബ് ജോസഫിന് കൊടുത്തു. ജോസഫ് ആരുടെ മകനാ? യാക്കോബിന്റെ ആയിരിക്കുമ്പോൾ തന്നെ ഒരമ്മയുണ്ടല്ലോ, റാഹേൽ. ലയയുണ്ട്, ഒരു റാഹേലും ഉണ്ട് അല്ലെ, ഒരു ലയയും ഒരു റാഹേലും. ആ റാഹേലിൽ ഒരു ബെഞ്ചമിനും ഒരു ജോസഫും ജനിക്കുവാനായിട്ട് ഇടയാത്തിരുന്നു. ജോസഫ് ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് വാഗ്ദത്ത സന്തതി എന്ന് തന്നെ പറയാം. ആദ്യപുത്രൻ ആരാ? ഇവിടെ സാക്ഷി പറഞ്ഞായിരുന്നു, രൂപൻ. 12 ആൺമക്കളെയാണ് കൊടുത്തത്. 12 ഗോത്രങ്ങളായി തീർന്നവർ. ഇതിലെ റാഹേലിൽ ജനിച്ച ആദ്യ സന്താനമാണ് ജോസഫ്. ജോസഫ് ജനിച്ചു. ഇൻസ്റ്റന്റ്ലി യാക്കോബ് പറഞ്ഞു, ലാബാനെ വിട. നിങ്ങളും ഒരു വാഗ്ദത്ത സന്തതിക്കായിട്ട് കാത്തിരിക്കണം. ഈ ദിവസങ്ങളിൽ വാഗ്ദത്ത സന്തതി നിങ്ങളുടെ മേൽ ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലതിനോട് വിട പറയുവാൻ കഴിയും. വാഗ്ദത്ത സന്തതി ജനിക്കുവാൻ നിങ്ങൾ കാത്തിരിക്കണം. അത് 7 വർഷമായിരിക്കാം, 14 വർഷമായിരിക്കാം. നിങ്ങള് ഒരു ശിശുവിനെ പോലെ കാത്തിരിക്കെ വാഗ്ദത്ത സന്തതി നിനക്ക് ദൈവം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ ചിലതിനോട് വിട പറയാം. പദ്ദൻ അരാമിൽ നിന്ന് ലാബാനോട് വിടയൊക്കെ പറഞ്ഞ് ഈ വാഗ്ദത്ത സന്തതിയും ബെഞ്ചമിൻ അതിനുശേഷം വഴിയിൽ വെച്ചുണ്ടാകുന്ന ഇവരുമായിട്ട് പോരുന്നു. ഇതിനുശേഷവും യാക്കോബിന് സന്തതികളുണ്ടായി അല്ലേ? പക്ഷെ അതൊക്കെ എന്തുമാത്രം നമുക്കതിനെയൊക്കെ വചനാടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ പറ്റും. റാഹേലിന്റെ മെയ്ഡായിരുന്ന, മെയ്ഡ് എന്നാണ് അതിന്റെ പ്രോപ്പർ സപ്പോർട്ട് ചെയ്യുന്നവരെ എന്താ വിളിക്കുന്നത്, ഒരു വേലക്കാരി അല്ലെ, ശുശ്രൂഷക്കാരി, മെയ്ഡ് സെർവന്റിനെ, അതിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടായി. ലേയുടെ മെയ്ഡ് സെർവന്റിൽ നിന്നും സന്താനങ്ങൾ ഉണ്ടായി. ഇങ്ങനെ ആകെ മൊത്തം 12 ആൺകുഞ്ഞുങ്ങളാണ്. ഇതില് ദാൻ എന്ന് പറയുന്ന ഗോത്രം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നേയില്ല. ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിടുകയാണ് ആ വിഷയം. 12-ൽ 11 തിരഞ്ഞെടുക്കപ്പെട്ടു. ഒന്നിനെ പുറങ്കാൽ കൊണ്ട് തള്ളപ്പെടുവാനിടയായി തീർന്നു. യേശു തെരഞ്ഞെടുത്ത 12-ൽ 11 തീർന്നു. അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്ത മത്യാസിനെയും കൂടി ചേർന്നു. അവിടെയും 12 തെരഞ്ഞെടുത്തു, ഇവിടെയും 12 തെരഞ്ഞെടുത്തു എന്നുള്ളതല്ല കാര്യം. നമ്മൾ അക്കരെ എത്തുന്നതിലായിരിക്കണമേ നിങ്ങളുടെ പ്രാർത്ഥന. ഹല്ലേലൂയ. തെരഞ്ഞെടുത്തു, ദൈവരാജ്യത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അക്കരെ എത്തുവോളും. നിങ്ങൾ ചിന്തിക്കണ 12 മക്കളിലാ ദാനില്ലാതെ പോയത്. ദാൻ ഗോത്രം നഷ്ടപ്പെട്ടു. പുതിയ നിയമത്തിൽ യൂദ നഷ്ടപ്പെട്ടു. യേശു തെരഞ്ഞെടുത്തതാണ്. നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും ദിവസങ്ങളിൽ
ഒന്ന് മുറുക്കെ പിടിച്ചില്ലെങ്കിൽ കൂട്ടത്തിലിരിക്കുന്നവർ കൈയടിക്കും, കാഹളനാദം ഊതും, അവർ എടുക്കപ്പെടും. നീ നഷ്ടപ്പെടുവോ, ഭൂമിയിലായിരിക്കുന്നുവോ എന്റെ പാദം എന്ന് ഒന്ന് തിരിച്ചറിവിന്റെ ഒരു മെസ്സേജായി നിങ്ങൾ ഈ മെസ്സേജിനെ കാണണേ. ദൈവം ഒരു പദ്ധതി ഇടുകയാണ്. മിസ്രൈം എന്ന ദേശത്ത് യേശുവിന്റെ ഒരു വിത്തിനെ വിതയ്ക്കാൻ. മിസ്രൈം ആരാ? ഈജിപ്റ്റ് ആരാ? ഫറവോൻ. ഫറവോന്റെ ആധിപത്യത്തിലായിരിക്കുന്ന ഈജിപ്തിൽ ദൈവം ഒരു വിത്തിനെ വിതയ്ക്കുവാൻ പ്ലാൻ ഇട്ടു. ആ വിത്തിന്റെ പേരാണ് ജോസഫ്. നിന്നെ ദൈവം നടുന്നതിന് മുന്നേ ഒരു പ്രോസസ് ഉണ്ട്. ജോസഫിന്റെ പ്രോസസ് നമ്മൾ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്താല് വരും കാലങ്ങളിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ പോണ രീതികളെ കുറിച്ചുള്ള ഒരു പദ്ധതി മനസ്സിലാവും. ജോസഫ് യാക്കോബിന് വാർദ്ധക്യത്തിൽ നൽകപ്പെട്ടതായതിനാൽ അവനെ സ്നേഹിച്ചു. അവന്റെ 17-ാമത്തെ വയസ്സിൽ ജോസഫ്, a young man of 17, was tending a flocks with his brothers. 17 വയസ്സുള്ളപ്പോൾ അവൻ ആടുകളെ മേയിച്ചുകാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിനു മുമ്പ് തുടങ്ങി കാണും. ഇവരിലുള്ള ദൈവിക ദൗത്യത്തെ യാക്കോബ് തിരിച്ചറിഞ്ഞു. കാര്യം ദൈവത്തിന് ഇവന്റെ മേലൊരു ഉദ്ദേശമുണ്ടെന്ന് ഇവർ പത്തൻ അരാമിലായിരുന്നപ്പോൾ തന്നെ ദൈവം ഇവരോട് ഇടപെട്ടിട്ടുണ്ട്. ഇവനെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങി. ഇവനെ ഒരു നിലയങ്കി ദൈവം കൊടുത്തു. ഈ നിലയങ്കി എന്നുള്ളതിന്റെ വാക്ക് ഒത്തിരി തപ്പിയിട്ടൊക്കെ ഇത് ഒപ്പിച്ച് മെസ്സേജ് കിട്ടോ. താങ്ക് യു. ഇതൊരു എന്നോടുള്ള ഒരു ചലഞ്ചിങ് മെസ്സേജാണ്, ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അതുപോലെ ഏറ്റെടുത്തു. ഇത് എന്നോടുള്ള ഒരു മെസ്സേജാണ്. നിലയങ്കി എന്നുള്ളതിന്റെ വാക്ക്, നിലയങ്കി, യേശു നിലയങ്കി ധരിച്ചു വന്നു. അവന്റെ അങ്കിക്കായി ചീട്ടിട്ടു. റോബ് എന്നുണ്ട്. പക്ഷേ ഈ നിലയങ്കിമേൽ 2 സംഭവം കിടപ്പുണ്ട്. അതേതാണ് തന്റെ കൂടെയുള്ള തന്റെ ബ്രദേഴ്സിന് ദേഷ്യവും വന്നത്. ഇവനെ അമ്മ വായിച്ചല്ലോ, അവനെ അപ്പൻ ഒരു നിലയങ്കി ധരിപ്പിച്ചു. നിലയങ്കിയുടെ ഇംഗ്ലീഷ് വാക്ക് എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഓർണമെന്റഡ് റോബ്. ആ നിലയങ്കിയിൽ വില കൂടിയ ഓർണമെന്റ്സ് പതിപ്പിക്കും. അല്ലാതെ ചുമ്മാ നമ്മൾ പള്ളിയിലെ അച്ഛൻ കാണുന്ന പോലെ ഒരു വെള്ള ഉടുപ്പം ഇടിക്കുകയല്ല. അല്ലെ നമ്മുടെ പാസ്റ്റർമാരിപ്പോ നീളം കൂടി 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 കണങ്കാലെ മുട്ടുന്ന ജുബ്ബ ഇടുവല്ല ചെയ്തത്. അതിലധികം ഓർണമെന്റ്സുകൾ പതിപ്പിച്ച ഒരു നിലയങ്കി ജോസഫിനെ ധരിപ്പിച്ചു. അത് അധികാരത്തെ കാണിക്കുന്നു. NIV-ലാണ് ഓർണമെന്റഡ് റോബ് എന്ന് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഞാൻ ആംപ്ലിഫൈഡ് വേർഷൻ നോക്കിയപ്പോൾ അവിടെ ഒരു വ്യത്യാസം കൂടെ എനിക്ക് കാണുവാനായിട്ട് ഇടയാത്തുന്നു. ആപ്പിൾ ഫോണിന്റെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിലെഴുതിയിരിക്കുന്നു ഓർണമെന്റഡ് റോബ് പ്ലസ് ഇറ്റ് ഈസ് എ ഫ്രാഗ്രൻസ്ഡ് റോബ്. അത് അധികാരത്തെയും അഭിഷേകത്തെയും കാണിക്കുന്നു. ഹല്ലേലൂയ. ജോസഫിന്റെ മേൽ യാക്കോബ് ഇട്ടത് ഒരു അധികാരത്തെയും ഒരു അഭിഷേകത്തെയും ദൈവം അവന്റെ മേൽ പകർന്നത് അവന്റെ മേൽ ധരിപ്പിച്ചു. ഇത് കണ്ട് ശത്രു മുതലെടുക്കുകയാണ്. ഇവന്റെ അങ്കി നിന്റെ മേലുള്ള അഭിഷേകത്തെയും നിന്റെ മേലുള്ള അധികാരത്തെയുമാണ് നോട്ടം. മറ്റൊന്നുമല്ല. ഞാൻ ബെർക്കൻഹെഡിൽ ജൻസി കഴിയാത്ത പോലെ എന്നെ ആർക്കും ഈ കൂട്ടത്തിലുള്ളവർക്ക് അറിയത്തില്ല. ജൻസി വന്നപ്പോ തന്നെ ഞാൻ മാനസാന്തരത്തിൽ, ഞാൻ ചർച്ചിന്റെ ട്രഷറായിട്ട് എന്നെ പുള്ളിക്കാരെ ആദ്യം കാണുന്നത്. മാനസാന്തരപ്പെട്ടു എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് കർത്താവ് പച്ച പിടിപ്പിച്ച് നന്മകളാലും അനുഗ്രഹങ്ങളാലും വെട്ടേണ്ട വിഷയങ്ങളിൽ എന്നെ വെട്ടിയും ചെത്തി മിനുക്കുകയും വേദനിപ്പിച്ചും എന്നെ ഈ നിലയിലാക്കി ഇന്ന് എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തോടാ ചോദ്യം ചെയ്തത്. എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അധികാരത്തെ ചോദ്യം ചെയ്യുന്നത്. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, പ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ പുലർത്തും. ജോസഫിന്റെ മേലുണ്ടായിരുന്ന അങ്കി കണ്ട് തന്റെ സഹോദരന്മാർക്ക് അസൂയ നിറഞ്ഞു എന്നുള്ള പദപ്രയോഗമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവനെ പകച്ചു. 3
രീതികളിലുള്ള പകയെ കുറിച്ച് കാണിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവന് വിശേഷ വസ്ത്രമായ അവന്റെ അധികാരത്തെ കാണിക്കുന്ന ഓർണമെന്റഡ് ആൻഡ് ഫ്രാഗ്രൻസ്ഡ് റോബ് അവനെ ഇട്ടപ്പോൾ അവനെ പകച്ചു. ഏറ്റവും സ്നേഹിച്ചതിനാൽ നൽകപ്പെട്ട നിലയങ്കി അവനിൽ നിന്ന് അവന്റെ മേൽ ഈ അധികാരം അങ്ങോട്ട് വന്നപ്പോഴല്ല, അഭിഷേകം അങ്ങോട്ട് വന്നപ്പോൾ അടുത്ത പ്രശ്നം തുടങ്ങി. അവനൊരു സ്വപ്നം. വേഗത്തിൽ പോകാം. നിലയങ്കി ധരിക്കുന്നവൻ വരെ അവൻ സ്വപ്നം കണ്ടതായിട്ട് ബൈബിൾ പറയുന്നില്ല. യാക്കോബ് കണ്ടിട്ടുണ്ട്. യാക്കോബിന്റെ പിതാവ് ഇസഹാക്ക് കണ്ടിട്ടുണ്ട്. ഇസഹാക്കിന്റെ പിതാവാരാ? അബ്രഹാമും കണ്ടിട്ടുണ്ട് സ്വപ്നങ്ങളും ദൈവം ഇടപെടുന്നതും. പക്ഷെ ജോസഫിന്റെ മേല് ഫ്രാഗ്രൻസ് റോബ് അങ്ങോട്ട് വന്നപ്പോൾ അവനൊരു സ്വപ്നം കണ്ടു. അവനെ കുറിച്ചുള്ള ദൈവ പദ്ധതി അവൻ അറിയുവാനിടയായി തീർന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, മറ്റാർക്കും നൽകാത്ത ഒരു കൃപ, മറ്റാർക്കും നൽകാത്ത ഒരു അഭിഷേകം, അല്ലെങ്കിൽ മറ്റാർക്കും ലഭിക്കാത്ത ഒരു ജ്ഞാനം, ദൈവിക പദ്ധതി നിന്റെ മേലുണ്ടെങ്കിൽ അതാണ് സാത്താന് വേണ്ടത്. നിന്നെ വേണ്ട. നിന്റെ മേൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവ കൃപ, ഇത് ശക്തമായിട്ടും വ്യക്തമായിട്ടും അറിയാവുന്ന ശത്രു അതിനെ തകർക്കുവാൻ പ്ലാൻ ഇടുമ്പോൾ നീ ആത്മാവിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെടണം. യേശുവേ, നിദാനമായിട്ട് തന്ന നീ എന്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയെ വലിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ നശിപ്പിക്കുവാനിട്ടിരിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ എനിക്ക് ഇന്നുള്ള ബലം പോരാ, ഒരു അമിത ബലത്തിന്റെ ശക്തി എന്റെ മേൽ അയക്കപ്പെടണമേ. 37 5-7 വായിച്ചടമാണ്. 5-7 വായിച്ചടമാണ്. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുകയും നാം വയലിൽ കറ്റ വെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. ആദ്യം നിലയങ്കി നൽകപ്പെട്ടപ്പോൾ നിലയങ്കി വലിച്ചു പറിക്കപ്പെട്ടു. മുമ്പോട്ട് വരുമ്പോൾ കാണുന്നതാണ് അവന്റെ നിലയങ്കിയെ വലിച്ചു പറിച്ചു. രണ്ടാമത് സ്വപ്നം കാണുകയാണ്. നമ്മുടെ സഹോദരന്മാരെ നമ്മൾ 12 പേരും കൂടെ കളിക്കുകയാണ്. അതിൽ എന്റെ കറ്റ എഴുന്നേൽക്കുന്നു. നിങ്ങൾ 11 പേരും എന്നെ നമസ്കരിക്കുന്നു. വായിച്ച ഒരു വാക്കിന്റെ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്തെന്ന് വായിച്ച് അവർക്ക് അവനോട് അധികം പകയായി തീർന്നു. ആദ്യം പകയായി, രണ്ടാമത് അധികം പകയായി തീർന്നു. എന്തുകൊണ്ടാ? അവന്റെ പേരുള്ള ദൈവിക കൃപ അവന്റെ കൂടെയുള്ളവർ കണ്ടപ്പോൾ അവന് അധികം പകയായി തീർന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. നിനക്ക് എന്റെ ജീവിതത്തെ പറ്റിയൊരു വലിയ മിസ്റ്റേക്ക് അത് കേട്ടോ. നിനക്ക് ഒരു കാര്യം കർത്താവ് രഹസ്യത്തിൽ സ്വപ്നത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നവന് അത് തിരിച്ചറിയുവാനുള്ള ആത്മമണ്ഡലം ഉണ്ടോ ഒരു പരിശോധിച്ചിട്ട് പറയണമെന്ന്. ഒരു ദർശനം നൽകുകയാണെങ്കിൽ, ഒരു അന്യഭാഷ നൽകുകയാണെങ്കിൽ, ഒരു അന്യഭാഷയുടെ ആ അളവിനെ പ്രാപിച്ച് പ്രകടിപ്പിക്കുന്നവനാണെങ്കിൽ, അല്ലെങ്കിൽ അത് ആഴത്തിൽ ഇറങ്ങുവാൻ കഴിയുന്നവനാണെങ്കിൽ, ഒരു രോഗശാന്തി, ഒരു ദർശനം, ഒരു സ്വപ്നം നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അറിയുന്ന മനോമണ്ഡലം ആത്മമണ്ഡലത്തിലുള്ളവരോട് സംസാരിക്കും. അല്ലെങ്കിൽ ഇത് ചിതറിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. ഇതിനെ ശത്രു നശിപ്പിക്കപ്പെടുവാനായിട്ടിടയായിത്തീരും. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ആത്മാവിലുള്ളവരോട് സംസാരിക്കുമ്പോൾ അതിനെ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ദോഷം വരുത്തും. അതുകൊണ്ടായിരിക്കാം യേശു ഇങ്ങനെ പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ ജയിക്കുവാൻ തക്കത്തിൽ അവൻ അമ്പയും. പക്ഷെങ്കിൽ ജയിക്കുകയില്ല എന്ന് യേശു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ജയജീവിതമുണ്ട്. വേഗത്തിൽ പോട്ടെ. 37 അമ്മാമനെ വായിച്ചാട്ടെ. 9-10 കൂടെ പ്രിയമ്മേ. പിന്നെ മധ്യം ദ്വേഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചവനോട്, നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ സാഷ്ടാംഗം വീണു. അപ്പനും കൂടി എതിരായി തീർന്നു. നിലയെങ്കിൽ കൊടുത്തപ്പോ പകയായി, അഭിഷേകവും അധികാരവും കൊടുത്തപ്പോൾ പകയായെങ്കിൽ
അവന്റെ മേലുള്ള കൃപയാൽ ഒരു സ്വപ്നം കണ്ടു പറഞ്ഞപ്പോൾ അത് അതിലും വിഷയമായി. അടുത്തത് അവൻ അടുത്തൊരു ദൈവം കണ്ട് യുവമാരെ ഒന്ന് ശരിയാക്കിയിട്ടുള്ളത് അടുത്തൊരു സ്വപ്നം കൂടെ അങ്ങോട്ട് കൊടുത്തു. ആദ്യത്തെ സ്വപ്നത്തിൽ എത്ര പേര് പടങ്ങുന്ന കണ്ടത്? 11. ഇവിടെയോ 13. യാക്കോബിന് പെട്ടെന്ന് ക്ലിക്കായി സംഭവം. യാക്കോബ് പറയുന്നത്, നീ ഉദ്ദേശിക്കുന്നത് നിന്റെ അപ്പനാകുന്ന ഞാനും നിന്റെ അമ്മയാകുന്ന റാഹേലും കൂടെ നിന്നെ നമസ്കരിക്കുമെന്നാണോ? ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ആർക്കും ഡൈജസ്റ്റ് ആകത്തില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചിരിക്കാം. അന്നേരം അതിന്റെ when he told his father as well as his brothers, his father rebuked him. റിബൂക്ക് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? മലയാളത്തിൽ അത്ര രീതിയിൽ റിബൂക്ക് തന്നെയാ റിബൂക്ക്. നമ്മളങ്ങനെ വായിക്കും. റിബൂക്ക് ചെയ്തു. റിബൂക്ക് ചെയ്യാന്ന് പറഞ്ഞാല് എനിക്കത് മനസ്സിലായത്, ഞാൻ അതിന്റെ ട്രാൻസ്ലേഷൻസ് ഒക്കെ നോക്കി, താഴെ പിടിച്ച് പുറത്താക്കിയെന്നാണ്. ശാസിച്ച്, ദേഷ്യം. മലയാളത്തിൽ ശാസിച്ചത് മാത്രമേ ഉള്ളൂ. അതൊന്നും അല്ല അതിന്റെ അർത്ഥം. അവനെ പിടിച്ച് പുറത്താക്കത്തക്ക രീതികളിലുള്ള ദേഷ്യം വന്നു അവന്റെ മേല്. റിബൂക്ക് ചെയ്തു. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ നോർത്താംപ്ടണിൽ പോവുകയാണ്. നോർത്താംപ്ടണിൽ ഞാൻ അദ്ദേഹത്തെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിട്ട് വീഡിയോ കണ്ടിട്ടുണ്ട്. ബിഷപ്പ് എറിക് ബ്രൗൺ, അദ്ദേഹത്തിന്റെ മുമ്പിൽ എനിക്ക് ഇരിക്കുവാനായിട്ട് ഇടയാത്തത്. യോഗ്യ പാസ്റ്ററിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മറ്റു 2 പേരുകൂടെ ഉണ്ട്. ഞാൻ ആന്റണിയും കൂടെ പോകാനായിട്ട് ഇടയാത്തത്. അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട് തുടങ്ങുന്നതിന് മുമ്പ്. ബിഷപ്പ് വലിയ പഠിത്തവും ഡോക്ടറേറ്റും ഒക്കെ ഒരു ദാസനാണ്. അദ്ദേഹം പറഞ്ഞു, നൗ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഒഫീഷ്യലി ദ മീറ്റിംഗ്. 5 പേര് ഓൺലി യൂസ് പാർലമെന്ററി വേർഡ്സ്. പാർലമെന്ററി വേർഡ്സ് അല്ലാത്ത ഒരു വാക്ക് ഉപയോഗിക്കുന്ന ആരാണെങ്കിലും അവരെ ഡോർ തുറക്കുവാൻ ഞാൻ ഒരു ബിഷപ്പിനെ പുറത്തു നിർത്തിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് കേൾക്കുവാൻ അദ്ദേഹത്തിനും ഒരു ചെവിയിൽ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആരാകട്ടെ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ജോ കുര്യൻ പാസ്റ്റർ, പാർലമെന്ററി വേർഡ് അവിടെ നമ്മൾ കേട്ടുന്നത് എഡിറ്റ് ചെയ്ത് കളയണേ. ഇനി പറയുന്ന വാക്കുകൾ കുഴപ്പമില്ല, നമുക്ക് എഡിറ്റ് ചെയ്ത്. അതില് ഒരു ദേവദാസൻ ലൈ എന്നൊരു വാക്ക് ചേർത്തു. അദ്ദേഹം ചാടി എണീറ്റു. അദ്ദേഹം റെഡ് പെന്നും കൊണ്ട് LIE എന്ന് എഴുതി ബോർഡിൽ. വലിയ ഓഫീസാണ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. This is not a parliamentary word. Even this is not being used in the church. ഒരാൾ നുണ പറയുകയാണ്, ഒരാൾ പറഞ്ഞതിന് അത്രയും ഷൗട്ട് ചെയ്തു. നുണ, സാത്താന്യ ഭാഷ, പോറ്റ സംസ്കാരിക്കുന്നവൻ, ദൈവത്തോട് സംസാരിക്കുന്ന, you must apologize, then we will continue the meeting എന്ന് ഞാനല്ല പറഞ്ഞത് കേട്ടോ. ദേവദാസൻ മനുഷ്യൻ never ever say this word. അധികാരം ദുർവിനിയോഗം ചെയ്യപ്പെടരുത്. നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എത്ര നല്ലതാ കർത്താവ് പറഞ്ഞത്. മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന്, മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. 3ാമത്തെ സ്വപ്നം, 1ാമത്തെ എതിർപ്പ്, 2ാമത്തെ എതിർപ്പ്, 3ാമത്തെ സ്വപ്നം കണ്ടു. 2ാമത്തെ സ്വപ്നം, സൂര്യനും ചന്ദ്രനും കൂടി എന്നെ വണങ്ങുന്നു. ശത്രുവിന്റെ പദ്ധതി കൂടുവാൻ തുടങ്ങി. ജോസഫിനെ കൊല്ലുവാൻ ആരാ പ്ലാൻ ചെയ്യുന്നേ? പിതാവ് തന്നെ പ്ലാൻ ചെയ്യുക. ഒരു മനസ്സോടും കൂടി ആയിരിക്കത്തില്ല അല്ലേ? വെല്ലിപ്പന്റെ കഥയൊക്കെ അറിയാം, ഇസഹാക്കിനെ കൊണ്ട് പോയ കഥയൊക്കെ അറിയാം, ജോസഫിനും യാക്കോബിനും അറിയാം, യാക്കോബിന്റെ അപ്പനായിരുന്നു, ഇതെല്ലാം അറിയാം. പക്ഷേങ്കിൽ തന്റെ മേലുള്ള അഭിഷേകം അല്ലെങ്കിൽ തന്റെ മേലുള്ള അധികാരം തന്റെ മകന്റെ മേൽ അതിനേക്കാൾ കൂടുതൽ ഒരു അഭിഷേകവും അധികാരവും വരുന്നു. ഞാൻ അവനെ നമസ്കരിക്കണമോ? അതിലും ഭേദം അവൻ ചാകുന്നതാ എന്ന് പിതാവ് ചിന്തിച്ചു. യാക്കോബ്, പഴയ നിയമ ഗോത്രപിതാവ്, ഇസ്രായേൽ എന്നറിയപ്പെടുന്ന യാക്കോബ് ചിന്തിച്ചു, തന്റെ മകൻ മരിക്കുന്നതാണ് നല്ലതെന്ന്. ദൈവിക പദ്ധതി എന്നതാ, ഇസ്രായേലെ നിന്റെ മകൻ ഒരു വിത്തായി മിസ്രൈമിൽ ഞാൻ വിതയ്ക്കുവാൻ പ്ലാൻ ഇടുന്നു. അത് കടുകുമണിയോളം ഉള്ളൂ. അത് വളർന്നു പന്തലിച്ച് സകല പക്ഷി ജാലങ്ങളും അതിന്മേൽ വന്ന് ചിറകടിയും. ജോസഫിനോടുള്ള ദൂതായത്. ഹല്ലേലൂയ.
നമ്മൾ ശുശ്രൂഷയിലായിരിക്കുന്നവരോട് ഞാനൊരു ദൂത് പറയാം. ദൂതായിട്ട് തന്നെ നിങ്ങൾ എടുക്കണതിനെ. നമ്മുടെ ശുശ്രൂഷയില് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതിക്കൊപ്പം തന്നെ ശത്രു വിരിച്ചിരിക്കുന്ന പതിയിരിപ്പുകളെ കുറിച്ചും അറിയുവാനുള്ള ഒരു ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കുന്ന ദൈവിക പദ്ധതി വെളിപ്പെടുത്തണമേ. ഞാൻ ഒരിക്കൽ കൂടി ജെൻസി, താങ്ക് യു, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ രാത്രിയിൽ ഇന്ന് രാവിലെ ആയിട്ട് ഈ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കറിയാം ഇത് എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ്. എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ സന്ദേശമാണ് എന്നോടുള്ളത്. ശത്രു വിരിച്ചിരിക്കുന്ന പദ്ധതികളെ കൂടി കണ്ട്, ആ പതിയിരിപ്പുകളെ കണ്ട് നീ മുൻപോട്ട് പോയാൽ നമുക്ക് വിജയം കൈവരിക്കുവാനായിട്ട്. നമ്മൾക്കറിയാം ശുശ്രൂഷയോടുള്ള ബന്ധത്തില് കഴിഞ്ഞ ദിവസം സജിത് ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ടില്ലായിരുന്നു. കർത്താവേ, ഞങ്ങൾ ആ ദേശത്ത് ചെല്ലുമ്പോൾ ഞാനും പ്രിയ തമ്മിച്ചാനുമായിട്ട് മാഞ്ചസ്റ്റർ പോയി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ ഇടയാത്തുണ്ടെന്ന് പറയാം. ആ ദേശത്ത് വ്യാപരിക്കുന്ന അല്ലെങ്കിൽ ദേശത്തോടുള്ള ബന്ധത്തിൽ ചലിക്കുന്ന ദുഷ്ടാത്മ ശക്തികളെ ഞങ്ങളുടെ യാത്രയെ ബന്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ യേശുവിന്റെ രക്തത്താൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. പതിയിരിപ്പുകളെ കണ്ട് നമ്മൾ ആത്മാവിൽ ശക്തി പ്രാപിച്ച് അതിനെ ആക്രമിക്കണം. ആയതിനാൽ ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ദൈവീക പദ്ധതി നിന്റെ മേലുള്ളത് എന്താണെന്ന് തിരിച്ചറിയുന്നതിനോടൊപ്പം തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവേ, എന്റെ മേൽ പിശാച് ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയെ കുറിച്ചും നീ എന്നോടൊന്ന് അറിയിക്കണമേ. നീ എന്നോടൊന്ന് ദൈവദാസന്മാരിൽ കൂടിയോ അല്ലെങ്കിൽ എന്റെ വീട്ടു പ്രാർത്ഥനയിലോ ദൈവവചനത്തിലൂടെയോ കർത്താവേ എന്നെ ഒന്ന് അറിയിക്കണമേ. ദൈവം മറുപടി തരും. ശത്രുവിന്റെ സ്വഭാവം മനസ്സിലാക്കി അവന്റെ ആക്രമണ വാസനയെ മനസ്സിലാക്കി നമ്മൾ ഉപവാസം പ്രഖ്യാപിക്കണം. ജയകരമായ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം എന്റെ വൈഫ് ഒരു സ്വപ്നം കാണുവാനൊക്കെ ഇടയായിരുന്നു. ഞാൻ സ്വപ്നം പറയുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ എല്ലാവരുടെ ഒരു ദൂത, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുകയില്ല. അനർത്ഥം വരുന്നതിന് മുന്നേ ദൈവം അറിയിക്കും. അത്ഭുതം വരുന്നതിന് മുന്നേയും അറിയിക്കും. അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ ജനം അറിയും. അഭിഷേകം നിന്റെ മേൽ നിന്ന് പോണത് ജനവും അറിയത്തില്ല, നീയും അറിയത്തില്ല. സാത്താൻ നിന്റെ മേൽ കയറുന്നത് നീ അറിയത്തില്ല. സാത്താൻ നിന്നെ വിട്ടുപോണത് നീയും അറിയും, ജനവും അറിയും. നിന്റെ മേലുള്ള പദ്ധതി എന്താണെന്ന് ദൈവത്തിനും അറിയാം, അത് പിശാചിനും അറിയാം. ദിവസങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, സാത്താന്റെ തലയെ ക്രൂശിൽ തകർത്തവനാണ് നീ. എന്റെ മേലുള്ള പദ്ധതി അറിഞ്ഞ് അവൻ പതിയിരിപ്പുകളെ ഒരുക്കുമ്പോൾ കർത്താവേ, അതിന്മേൽ ജയിക്കുവാനുള്ള ആത്മാവിന്റെ ശക്തി എന്റെ മേൽ പകരപ്പെടണമേ. ചില പറിച്ചു നടീലുകൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതിനാണ്. യോഫിയുടെ ലിന്നിനോടുള്ള ഒരു സന്ദേശമാണ്. ചില പറിച്ചു നടീലുകൾ. അബ്രഹാം കൂടാരം മാറി മാറി അടിച്ചു. ജോസഫ് മിസ്രൈമിലെ പ്രധാനമന്ത്രിയായി തീർന്നു. പക്ഷെങ്കിൽ അവൻ അവരുടെ കൂടെയുള്ള സഹോദരന്മാരാലും അപ്പനാലും അമ്മയാലും വെറുക്കപ്പെട്ടവനായി. അവനെ കൊട്ടക്കിണറ്റിലിട്ടു. ഞാൻ ആ മെസ്സേജിലുള്ള ഭാഗങ്ങൾ കോട്ടേജ് മീറ്റിംഗിൽ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. യേശു ആഗ്രഹിച്ചു മിസ്രൈമിൽ യേശുവിന്റെ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന വിശുദ്ധ ജനത്തിന്റെ ഓരോ വിത്തുപാകുവാൻ ദൈവം പദ്ധതി ഇട്ടപ്പോഴേ പിതാവ് നിലയങ്കി ധരിപ്പിച്ചെങ്കിൽ അവൻ സ്വപ്നങ്ങൾ കണ്ടു. അവന്റെ മേലുള്ള ശത്രുവിന്റെ പദ്ധതിക്കും ടൈറ്റുകൾ കൂടുവാൻ തുടങ്ങി. ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ദൈവമേ, കർത്താവേ, ഞാൻ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാണനെ തൊടുവാൻ ദൈവം ഒരു മനുഷ്യന്റെ പ്രാണനെ തൊടുവാൻ അനുവാദം കൊടുക്കത്തില്ല. ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ നിന്റെ മേലുള്ള അഭിഷേകം ചോർന്നു പോകപ്പെടാം. നിന്റെ മേലുള്ള അധികാരം ചോർന്നു പോകപ്പെടാം. അത് തട്ടിപ്പറിക്കപ്പെടാൻ, കൈവിട്ടു പോകാം. കൃപാവരങ്ങളെ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ മെസ്സേജ് കാക്കുവാനാണ് കേൾക്കുവാനാണ്. കൃപാവരങ്ങളെ നിങ്ങൾ അതിനെ മലിനമാക്കരുത് എന്ന്. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന കൃപാവരങ്ങളെ, അന്യഭാഷ വലിയൊരു കൃപാവരമാണ്.
അന്യഭാഷ എന്ന് പറയുന്നത് സ്വർഗത്തിലെ സംസാരമാണത്. സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മണവാട്ടിയാകുന്ന കാന്തയാകുന്ന സഭയെ യേശുവാകുന്ന മണവാളൻ സ്വീകരിച്ചു കഴിയുമ്പോൾ സംസാരിക്കുന്ന ഭാഷയാണ്. അത് നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയ കൃപയാണ്. സഭയാകുന്ന കാന്തയെ നിങ്ങൾ മാലിന്യപ്പെടുത്തരുത്. എന്നോടും നിങ്ങളോടും വ്യക്തിപരമായിട്ടുള്ള ദൂതായത്. സഭയാകുന്ന കാന്തയെ നീ മാലിന്യപ്പെടുത്തിയാൽ കർത്താവ് ഓർക്കത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്തുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഇതിനകത്ത് നല്ലൊരു ചോദ്യം, നിങ്ങൾ നല്ല ആക്ട് എടുത്താണ്. ലവ് മാരേജ് ആയിട്ടുള്ള ആരുണ്ടായിരുന്നത്? ലവ് മാരേജ് ചെയ്തവർ സിജു ബ്രദർ ഇല്ല, സീന ഇല്ല, ജെൻസിയുടെ എനിക്കറിയാലോ. പ്രിയ തമ്പിച്ചാൻ ലോ വിളിഞ്ഞിരിക്കുന്നു. ഫിലിപ്പിച്ചാൻ, ഞാനും ആന്റണി. അതെ, ഇപ്പൊ രണ്ടുപേര് ഒരേ റോയിൽ ഇരിക്കുന്ന രണ്ടുപേര് ഏകദേശം ബ്ലാക്ക് കോട്ടാ രണ്ടുപേരും. എനിക്കറിയാം, അല്ലെന്നൊക്കെ പറഞ്ഞാലും എനിക്കറിയാം. ലിൻഡുവിന്റെ അല്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. സജിത്ത് ആ ലെവലിൽ എത്തി ഉടനെ എത്താൻ പ്രാർത്ഥിക്കാം. നിങ്ങളോട് രണ്ടുപേരോട്, അപ്പൊ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിലൂടെ സഭയ്ക്ക് മൊത്തം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് എനിക്ക് നീ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. അതുകൊണ്ട് ഞാൻ ആന്റണി അതിന് പിടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. നീ എന്നല്ല, നിങ്ങൾ തന്നെ പറയാം. സുജി എന്നോട് ആര് പറഞ്ഞു സൂക്ഷിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരി ശരി ശരി, എന്നെ വിളിക്കുമ്പോൾ സഹോദരി എന്ന് വിളിക്കണം. അതുപോലെ സുരേഷം ഞാൻ ഓക്കെ 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 എല്ലാം ഞാൻ കേട്ടതാണ്. പാർട്ട്ണർ ആകുന്നതിന് മുന്നേ അവളെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് കാമുകി എന്നുള്ള വാക്കിലാണ്. ഞാൻ എന്ത് സംസാരിക്കും എന്നുള്ള നല്ല ബോധ്യത്തോടു കൂടി തന്നെ പറയുന്നത്. അല്ലെങ്കിൽ ഫിയാൻസി കറക്റ്റ് വേണം. ഫിയാൻസി എന്നാണ്. തമ്പിച്ചാൻ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ഓമനമ്മാമ, ആന്റണി വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രിയ ഞങ്ങളുടെ ബെർസി. ഇവരെ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ അപ്പനമ്മമാരെ പോലും വിശ്വാസമില്ല ഇവരെ നോക്കിയ അതിനോടുള്ള ബന്ധത്തിൽ വരുമ്പോ. തമ്പിച്ചാൻ എനിക്കറിയാം, പ്രിയ ആന്റണി അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നു. ഞാൻ ലവ് മാരേജ് ചെയ്യാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് വിചാരിച്ചില്ല. അപ്പൻ നോക്കുന്നത് പോലും ഇഷ്ടമല്ല, അപ്പനോട് കൂടുതൽ ഇവർ മിണ്ടുന്നത് പോലും ഇഷ്ടമല്ല. കാര്യം അവൾ എന്റെ കാന്തയാണെന്ന്. ഞാനല്ലാതെ ഒരു പുരുഷൻ, അത് പ്രിയ അപ്പനാകട്ടെ അമ്മയാകട്ടെ സഹോദരനാകട്ടെ, അവളുടെ ദേഹത്ത് പോലും തൊടുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാര്യം ബിക്കോസ് ഷീ ഈസ് മൈ ഫിയാൻസി. അവൾ എന്റെ കാന്തയാ. ഈ കാന്തയാ നമുക്ക് തന്നിരിക്കുന്ന കർത്താവ്. യേശുവിന്റെ കാന്തയാ സഭ. അത് ദുരുപയോഗം ചെയ്യപ്പെടുവാൻ യേശു അനുവദിക്കുന്നില്ല. എന്നെയും നിന്നെയും വിശ്വസിച്ച് യേശുവിന്റെ മണവാട്ടിയാകുന്ന സഭ നമ്മുടെ കയ്യിൽ തന്ന യേശുവിന്റെ സ്തോത്രം പറഞ്ഞോട്ടെ. ഇന്നൊരു ചലഞ്ച് ചെയ്യണം. യേശു അപ്പച്ച, നിന്റെ മണവാട്ടിയാകുന്ന സഭ, നിന്റെ മണവാട്ടിയാകുന്ന സഭ നീ എന്ത് വിശ്വാസത്തിലാണ് എന്നെ ഏൽപ്പിച്ചത്? ഞാനാകുന്ന സഭ അത് കറ വാട്ടം മാലിന്യം ചുടുക്കമേക്കാതെ അതിനെ പരിരക്ഷിക്കേണ്ട ചുമതലയേറ്റതാ. ദിവസങ്ങൾ നിങ്ങൾ പറയണം. കുടുംബത്തിലായിരിക്കുന്ന ഫിലിപ്പച്ചാൻ പറയുമ്പോ സുജ പറയുമ്പോൾ ഫിലിപ്പച്ചാൻ നീ കാന്തയാ സഭ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാവും. ആ സമയങ്ങളിൽ ആരെങ്കിലും വേറൊരു പുരുഷൻ അവരെ ഒന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ മാഹിന്ന് നമ്മൾ വേണമെങ്കിൽ, അല്ലെങ്കിൽ എവിടെയാ ബാംഗ്ലൂർ എവിടെയാ അല്ലേ, ആ സമയത്ത് ബാംഗ്ലൂർ നമ്മൾ നേത്രാവതി ഒന്നുമല്ല, ഞാൻ നേത്രാവതി ട്രെയിൻ ഒന്നും നോക്കുന്നില്ല, ഫ്ലൈറ്റ് കയറി ആരാ എന്റെ ഫിയാൻസിയെ നോക്കിയത് എന്ന് ചോദിക്കും. അവിടെ പിന്നെ നടക്കുന്നത് ഭയങ്കര രക്തച്ചൊരിച്ചിലുകളായിത്തീരും. യേശു പറഞ്ഞു, കള എന്റെ മണവാട്ടിയാകുന്ന സഭ അതിന് കറയേക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്, അതിന് വാട്ടം വരുവാൻ നീ അനുവദിക്കരുത്. മാലിന്യപ്പെടുത്തുന്ന ഒരു സംഭവങ്ങളും വരാൻ പാടില്ല. അത് ഏറ്റവും നിർമ്മലമായിരിക്കട്ടെ, ഏറ്റവും നിർമ്മലമായിരിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരുമ്പോൾ സഭയെ തിരികെ ഏൽപ്പിക്കേണ്ടവരാണ്. അല്ലെങ്കിൽ സഭയാകുന്ന ഞാനും നമ്മളും കർത്താവിനോട് ചേരേണ്ടതാണ്. നമുക്ക് മാലിന്യം നമ്മുടെ ജീവിതങ്ങളിൽ വരുവാൻ പാടില്ല.
മറ്റുള്ളവരെ ശ്രേഷ്ഠൻ ഞാൻ എഴുതിയ ലൈ എന്നുള്ള പേര് ഞാൻ വായിക്കുന്നില്ല. LIE. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കട്ടെ. എല്ലാവരും സഹോദരൻ എന്ന് വിളിക്കൂ. എല്ലാവരെയും, മക്കളെ ആണെങ്കിലും ഞാൻ നോയലിനൊക്കെ ഇടാകൂടാന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെല്ലാം കുഞ്ഞുങ്ങളെ കൂടി. കാര്യം സഭയാണ്. നോയലും സഭയാ, റൂബനും സഭയാണ്, മെർലിനും സഭയാണ്, ഹൈറിനും സഭയാ. ഇവരെ എന്റെ അധികാരത്തിന്റെ പരിധിയിലല്ല, ദൈവത്തിന്റെ വാഴ്ത്തപ്പെട്ട സഭയാണിത്. ആ റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്നും മറ്റുള്ളവരെ നമ്മൾ സല്യൂട്ട് അടിക്കും. ദൈവസഭ പോണു എന്നാ പറയുകയുള്ളൂ. എല്ലാവരെയും നമ്മൾ പാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കും. അവൻ, അവൾ, അതെ, ഇതേ, ഇതൊക്കെ വീടുകളിൽ മാത്രം ഉപയോഗിക്കപ്പെടും. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അന്നേരം വിളിക്കാം. പക്ഷെ അന്നേരം ചിന്തിച്ചോണം, ഇത് സഭയാണല്ലോ. ജോസഫ് എന്ന ഇസ്രായേലിലെ വിത്തിനെ മിസ്രൈമിൽ നടുവാൻ ദൈവം പദ്ധതിയിട്ടു. മിസ്രൈം ഫറവോന്റെ അടിമത്തത്തിലുള്ള സാധാന്യ ലോകം നടുന്നതോ യേശുവിന്റെ വാഗ്ദത്തം ലഭിച്ച ജോസഫ്. ആ വിത്ത് മിസ്രൈമിൽ വളരപ്പെടണമെങ്കിൽ അതിന് ചില പ്രോസസ്സിങ്ങിലൂടെ പോയേ പറ്റുള്ളൂ. ദൈവസഭയാകുന്ന നിന്നെ സാധാന്യ ആധിപത്യത്തിലായിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ പ്രോസസ്സിങ്ങുകളും ദൈവരാജ്യ പദ്ധതിക്കായിട്ട് ദൈവം കടത്തിവിടുന്നതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അതിനെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിച്ച് ശത്രു ഒരുക്കിയിരിക്കുന്ന പദ്ധതികളുമേ വിജയം പ്രാപിച്ചാല് നമുക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. കണ്ണുകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നിത്യപിതാവേ, കർത്താവേ, ഞങ്ങളാകുന്ന വിത്തുകളെ ഈ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് നട്ടിട്ടുണ്ടെങ്കിൽ കർത്താവേ, ഞങ്ങൾ വളർന്ന് അത് അനേകർക്ക് ആശ്വാസകരമായി തീരുവാനാണല്ലോ നിന്റെ പദ്ധതി. അതിനൊത്തവണ്ണം ഞങ്ങളെ വളർത്തണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ചൂട് പകരണമേ. ഞങ്ങൾക്ക് ആവശ്യമായ പരിശുദ്ധാത്മാവിൽ വെള്ളം പകരപ്പെടണമേ. ഞങ്ങളുടെ വേരുകൾ ആഴത്തിൽ പതിയണമേ. അനേകർ വന്ന് വിശ്രമം കൊള്ളട്ടെ ഞങ്ങളിലൂടെ. എന്റെ സമാധാനം ഞാൻ നിങ്ങളുടെ മേൽ തന്നയിച്ചു പോകുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ തന്നിരിക്കുന്ന ആ സന്തോഷത്തിനായി, വിടുതലിനായി, നന്മയ്ക്കായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട് ഞങ്ങൾ ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയ ലിൻഡുവിനെ